ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്കിപ്പം ആഷ്മി ചേരുകയാണ്. ആഷ്മി, ആറ്റിങ്ങലും എന്താണ് അവസ്ഥ? പതിവ് പോലെ മറ്റുള്ള ഇടങ്ങളിലെ പോലെ തന്നെ ഒരുപാട് ജനങ്ങൾ അവിടെയും കാത്തു നിൽക്കുന്നുണ്ടോ? മഴയൊക്കെ ആറ്റിങ്ങൽ മാറി നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എസ് കെ, അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. രാത്രി കനക്കുന്നുവെങ്കിലും കേരളത്തിന്റെ ജനനായകനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ ഈ ആറ്റിങ്ങലിന്റെ തെരുവീതികളിൽ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. എസ് കെ, ആറ്റിങ്ങൽ ഒരിടത്തെ അന്ത്യാഭിവാദനം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നു. ഇവിടെ നൂറുകണക്കിന് മനുഷ്യർ കേരളത്തിന്റെ സമരനായകനെ കാണാൻ രാത്രിയും നോക്കാതെ മഴയും നോക്കാതെ ഇങ്ങോട്ടേക്ക് നിൽക്കുകയാണ്. ഇവിടെ ആറ്റിങ്ങൽ നിറഞ്ഞു കവിയുന്നു. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന്റെ ഒരുപക്ഷെ കപ്പാസിറ്റിക്ക് പുറത്തേക്ക് നൂറുകണക്കിന് ആളുകൾ വി എസിനെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. വി എസിനെ കാണുക അല്ലേ? കാണാൻ വന്നേ. അതെ. അപ്പൊ അങ്ങനെ എസ് കെ, നമ്മൾ ദർബാർ ഹാൾ മുതൽ അവിടെ മുതൽ കാണുന്നുണ്ട്. അവിടെ മുതൽ അണമുറിയാതെ നൂറുകണക്കിനായ മനുഷ്യർ, CPM പ്രവർത്തകർ, CPM അല്ലാത്തവർ, വി എസിന്റെ അനുയായികൾ, വി എസിന്റെ ആരാധകർ, അങ്ങനെ നൂറുകണക്കിന് മനുഷ്യർ ആ സമരനായകനെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കാണാൻ ഒരു നോക്ക് കാണാൻ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എസ് കെ, ഇവർ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തെങ്കിലും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ കേരളത്തിന്റെ ആ സമരനായകനെ ഒരു നോക്ക് കാണാൻ ജനപ്രവാഹമെന്ന് ഉറപ്പായും പറയാം. ജനഹൃദയങ്ങളിലൂടെ ആ ജനനായകന്റെ അന്ത്യയാത്ര അത് ചരിത്രമാകുന്നു എന്ന് ഉറപ്പായും പറയാം. സ്കേൻ അങ്ങനെ ചരിത്രമാകുന്ന വി എസിന്റെ ഇടപെടലുകളൊക്കെ ചരിത്രമായിട്ടുണ്ട്. പല ഘട്ടത്തിൽ പല ആവർത്തി വി എസിന്റെ ഇടപെടലുകളൊക്കെ ചരിത്രമായിട്ടുണ്ട്. ആ ചരിത്രമാവുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ വി എസ് സൃഷ്ടിക്കുന്ന അവസാന ചരിത്രം എന്ന് നമുക്ക് ഉറപ്പായും പറയാം. ഈ അന്ത്യയാത്ര അത് കേരളത്തിന്റെ അത് അടുത്ത കാലം നമ്മൾ കാണാത്ത വിധമുള്ള ഒരു വലിയ ഹൃദയവായ്പ്, ഒരു വലിയ സ്നേഹവായ്പ് ഇവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പേർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഈ പാതക്കിരുവശവും ഇത് ചെറിയ ഒരു റോഡാണ്. ഇങ്ങനെ ആ റോഡിന്റെ ഓരം ചേർന്ന് രണ്ട് സൈഡിലുമായി ഇങ്ങനെ ഇവർ അക്ഷമയോട്, എന്നാൽ അവരുടെ മുഖത്ത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കാത്തു നിൽക്കുന്നതിന്റെ മുഷിപ്പില്ല. അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇവിടെ നിൽക്കുന്നു എസ്കേൻ. ഇവിടെ പ്രായമുള്ള നമ്മൾ അവിടെ മുതൽ കാണുന്നുണ്ട്. ഏതാണ്ട് കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ വി എസിനെ കാണുക എന്നുള്ള ഉദ്ദേശം. വി എസിനെ കാണുക, വി എസിന് അഭിവാദ്യം നേടുക. പിന്നെ വി എസിന് സമരമുഖങ്ങളിലൂടെ അദ്ദേഹം വന്നതാണ്. അദ്ദേഹം ബാല്യകാലം തൊട്ട് പിന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് പിന്നെ അദ്ദേഹം ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതി നമ്മുടെ പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം പൊരുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ VS എന്നുള്ള നാമത്തെ വളരെ ശരിയാണ്. അദ്ദേഹം വളരെ ശരിയാണ്. ആ ശരിക്ക് ഒരു ബിഗ് ബി സല്യൂട്ട്. സലാം സഖാക്കളെ, VSന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രായഭേദമന്യേ കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഇവിടെ വി എസിന് ഒരു അന്ത്യാഭിവാദം അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് നിൽക്കുന്നു. നമ്മൾ കാണുന്നു എസ്കേൻ എത്രത്തോളം വലിയ നേതാവാണ് വി എസ് എന്നും എത്രത്തോളം വി എസിന്റെ രാഷ്ട്രീയത്തെ എത്രത്തോളം ഈ നാട്ടിലെ ജനം ഹൃദയമേറ്റി എന്നുള്ള കാര്യം നമ്മൾ നേർക്കുന്ന തൊട്ടറിയുകയാണ് ഈ ദിവസങ്ങളിൽ. ഇന്നലെ AKG സെന്റർ മുതൽ അതിനുശേഷം വി എസ് അച്യുതാനന്ദന്റെ മകന്റെ വീട്ടിൽ നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ കണ്ടു, ദർബാർ ഹാളിൽ നമ്മൾ കണ്ടു. അണമുറിയാതെ നൂറുകണക്കിന് മനുഷ്യർ ഇങ്ങനെ വി എസിനെ കാണുന്നു. 2 മണിയോടുകൂടി ആലപ്പുഴയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ ക്രമീകരണം, പ്രതീക്ഷ. ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായെന്ന് ഉറപ്പായും പറയാം. കാര്യം ഇതിനോടകം തന്നെ അവർ തീരുമാനിച്ച സമയമൊക്കെ വല്ലാതെ മാറിയിരിക്കുന്നു. അങ്ങനെ മാറിയേ മതിയാവുകയുള്ളൂ. കാരണം ഈ വരുന്ന നേതാവിന്റെ പേര് വി എസ് അച്യുതാനന്ദൻ എന്നുള്ളതാണ്. ഈ നേതാവിനെ ഒരു നോക്ക് കാണാൻ നാടിന്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. യഥാർത്ഥത്തിൽ 41 പോയിന്റുകളാണ് ഇവിടെ അത്തരത്തിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ക്രമീകരണം ഒരുക്കിയിരുന്നെങ്കിൽ 41 പോയിന്റുകൾ, ഓരോ പോയിന്റും ഒരു 3-4 പോയിന്റായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും അടുത്ത പോയിന്റിലേക്ക് ആളുകൾ എത്തുന്നു. ആ പോയിന്റ് കഴിയുമ്പോഴേക്കും പിന്നെയും ആളുകൾ വഴിയരികിൽ തടിച്ചുകൂടി അവിടെ ഓരോരോ പോയിന്റുകളാക്കുന്നു. അങ്ങനെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുമ്പോൾ ആ വിലാപയാത്രാ വാഹനത്തിന് അങ്ങോട്ടേക്ക് നിർത്താതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ നിർത്തി വരുമ്പോഴേക്കും ആ താമസമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ വി എസിന്റെ ചെറുപ്പകാലം മുതലുള്ള പോരാട്ടം, വി എസിന്റെ ബാല്യകാലത്തെ പോരാട്ടം, കൗമാരകാലത്തെ പോരാട്ടം, യൗവനകാലത്തെ പോരാട്ടം,
ഒടുവിൽ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവായും അതിനെ വാർദ്ധക്യം എന്ന് വിളിക്കാമെങ്കിൽ സ്കാൻ കാര്യം VS കാര്യത്തിൽ അത് വാർദ്ധക്യമായിരുന്നില്ല. VS ആദ്യം മുഖ്യമന്ത്രി ആകുമ്പോൾ തന്നെ വയസ്സ് 80 ആയിരുന്നു. 75-ാം വയസ്സിൽ അദ്ദേഹം മതികെട്ടാൻമല ചവിട്ട് കയറുന്ന VS നമ്മൾ കണ്ടു. VS സ്മരണാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കൂടി കാത്തു നിൽക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ. ഇപ്പോൾ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വളരെ താമസിച്ച് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സമയക്രമങ്ങളും പിഴച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കൂടുതൽ ആളുകൾ കാത്തു നിൽക്കുകയാണ്.